നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 32 മത്സ്യാവതാര വർണ്ണനം. ഭഗവാൻ വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം. പ്രളയത്തിൽ നിന്ന് ലോകത്തെയും വേദങ്ങളെയും ജീവജാലങ്ങളെയും രക്ഷിക്കുവാനാണ് വിഷ്ണു ഭഗവാൻ മത്സ്യാകൃതി പൂണ്ടത്. പ്രളയത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ പ്രളയവർണ്ണനം എന്ന 8ാമത്തെ ദശകത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് ആ പ്രളയം എപ്രകാരമാണ് സംഭവിക്കുന്നതെന്നും പ്രളയം എന്നാൽ എന്തെന്നും ബ്രഹ്മാവിന്റെ ആയുസ്, മനുഷ്യരുടെ ആയുസ്, ദേവന്മാരുടെ ആയുസ്, അപ്പൊ ഈ വർഷങ്ങളുടെ എല്ലാം തുലനം നമ്മൾ ആ കഴിഞ്ഞ 8ാമത്തെ ദശകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചതാണ്. മന്വന്തരം എന്ന് പറയുന്നത് കാലത്തെ അളക്കുന്നതിനുള്ള ഒരു വലിയ സമയ യൂണിറ്റ് ആണ്. ഒരു മനുവിന്റെ ഭരണകാലത്തെയാണ് മന്വന്തരം എന്ന് വിളിക്കുന്നത്. ഒരു മന്വന്തരം എന്നാൽ 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിവയാണ് ഈ ചതുർയുഗങ്ങൾ. അങ്ങനത്തെ 71 ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മനുവിന്റെ കാലം. നമ്മുടെ മനുഷ്യരുടെ കണക്കനുസരിച്ച് നോക്കിയാൽ അത് 30 കോടിയിലധികം വരും. 71 ചതുർയുഗമാണ് ഒരു മന്വന്തരം എന്ന് നമ്മൾ പറഞ്ഞു. 14 മന്വന്തരങ്ങൾ അടങ്ങുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ആ ദിവസത്തെയാണ് നമ്മൾ കൽപ്പം എന്ന് പറയുന്നത്. ഒരു കൽപ്പം. ബ്രഹ്മാവിനും മരണമുണ്ട്. അതിനെയാണ് നമ്മൾ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. സാധാരണ പ്രളയവുമുണ്ട്, നൈമിത്തിക പ്രളയവുമുണ്ട്. നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ചതായിട്ടുള്ള സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ലയിപ്പിച്ച് താൻ ഉൾപ്പെടെ ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ ഒരു ലയനത്തെയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. പ്രളയവർണ്ണനത്തിനകത്ത് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാൽ സാധാരണ പ്രളയം എന്ന് പറയുന്നത് ഈ മന്വന്തരം, ഈ ഒരു മനുവിന്റെ കാലം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലയളവിനെയാണ് സാധാരണ പ്രളയം എന്ന് പറയുന്നത്. ഈ ഓരോ മന്വന്തരം കഴിയുമ്പോഴും അടുത്തത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രളയകാലം അല്ലെങ്കിൽ ഒരു സന്ധികാലം ഉണ്ടായിരിക്കും. ആ സന്ധികാലമാണ് ഈ ഒരു ദശകത്തില് ഇവിടെ വർണ്ണിക്കാൻ പോകുന്ന ആ പ്രളയകാലം. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മന്വന്തരങ്ങളാണ് ഉള്ളത്. സ്വയംഭുവ മന്വന്തരം. ഈ മന്വന്തരങ്ങളിൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എപ്രകാരമാണെന്നും ആ മന്വന്തരം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്നും നമ്മൾ പ്രളയവർണ്ണനത്തിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആദ്യത്തെ മന്വന്തരം സ്വയംഭുവ മന്വന്തരമാണ്. പിന്നെ അടുത്തത് സ്വാരോജിഷ മന്വന്തരം, ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, രൈവത മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം. ഈ 6ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന കഥ നടക്കുന്നത്. അതിനടുത്ത മന്വന്തരമാണ് വൈവസ്വത മന്വന്തരം, 7ാമത്തെ മന്വന്തരം. ഈ മന്വന്തരത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മന്വന്തരമാണ് വൈവസ്വത മന്വന്തരം. അതിനുശേഷം സാവർണി മന്വന്തരമുണ്ട്, ദക്ഷസാവർണി മന്വന്തരമുണ്ട്, ബ്രഹ്മസാവർണി മന്വന്തരമുണ്ട്, ധർമ്മസാവർണി മന്വന്തരം, ദേവസാവർണി മന്വന്തരം, ഇന്ദ്രസാവർണി മന്വന്തരം. ഇങ്ങനെ 14 മന്വന്തരങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് തൊട്ടു മുമ്പുള്ള 6ാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാൻ മത്സ്യരൂപമായിട്ട് അവതരിച്ച് ലോകത്തെയും വേദങ്ങളെയും ജീവജാലങ്ങളെയും ആ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ദശകത്തില് വർണ്ണിച്ച് കേൾക്കാൻ പോകുന്നത്. 1ാമത്തെ ശ്ലോകം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാദ്രിദേഷു വേദേഷു അതിത്സകില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാ അസുരേണ ഷഷ്ട അന്തരാന്ത ഉദ്യത് അകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാത് ധൃതേഷു വേദേഷു അതിത്സഹ കില മത്സ്യരൂപം. പുരാ പണ്ട് ഹയഗ്രീവ മഹാ അസുരേണ, ഹയഗ്രീവൻ എന്നു പേരുള്ള ആ മഹാ അസുരനാൽ ഷഷ്ട അന്തരാന്ത ഉദ്യത് അകാണ്ഡകൽപേ, ഷഷ്ടാന്തരാന്തോദ്യത് അകാണ്ഡകൽപേ, ഷഷ്ടം 6, 6ാമത്തെ അന്തരം മന്വന്തരം, ആ മന്വന്തരത്തിന്റെ ചാക്ഷുഷ മന്വന്തരം, ആ ചാക്ഷുഷ മന്വന്തരത്തിന്റെ അവസാനത്തിൽ ഉണ്ടായ ആ പ്രളയത്തിൽ, അതായത് ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയത്തെയാണ് പ്രളയമെന്നും ബ്രഹ്മാവിന്റെ പകലിനെയാണ് കൽപ്പമെന്നും പറയുന്നതെന്ന് നമുക്കറിയാം. ആ മന്വന്തരത്തിന്റെ 6ാമത്തെ മന്വന്തരത്തിന്റെ അവസാനത്തിലുണ്ടായ ആ പ്രളയകാലത്ത്, ആ അകാല പ്രളയം, അതായത് പ്രതീക്ഷിക്കാതിരുന്ന പ്രളയമാണ് അത്. അതുകൊണ്ടാണ് അകാല പ്രളയം എന്ന് പറയുന്നത്. ആ അകാല പ്രളയകാലത്ത് നിദ്രോന്മുഖ ബ്രഹ്മമുഖാത്,
കൂടാതെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നും ധൃതേഷു കവർന്നുകൊണ്ടുപോയ വേദേഷു വേദങ്ങളെ അതിത്സഹ കില മത്സ്യരൂപം ആ വേദങ്ങളെ തിരിച്ചു പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മത്സ്യരൂപത്തെ കൈക്കൊണ്ടു. നമുക്ക് തൊട്ടു മുമ്പുള്ള ആ ആറാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിൽ അതിന്റെ അവസാനം പതിവില്ലാത്ത വിധം അപ്രതീക്ഷിതമായി ഒരു അകാല പ്രളയമുണ്ടായി. അതാണ് അകാണ്ഡ പ്രളയം, അകാല പ്രളയം, പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു പ്രളയം. ആ പ്രളയത്തിന്റെ തുടക്കത്തിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ഉറക്കം വരികയും അദ്ദേഹം ഉറക്കം തൂങ്ങുവാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും വേദങ്ങൾ അറിയാതെ പുറത്തു വന്നു. ഈ തക്കം പാർത്തിരുന്ന ഹയഗ്രീവൻ എന്ന ശക്തിമാനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ഈ വേദങ്ങളെയെല്ലാം മോഷ്ടിച്ച് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ വേദങ്ങളാണ്. അത് നഷ്ടപ്പെട്ടാൽ ലോകം തന്നെ അന്ധകാരത്തിലാകും. അർഹതപ്പെടാത്തവന്റെ കയ്യിൽ അത് എത്തിപ്പെട്ടാൽ ദുരുപയോഗം ചെയ്യുവാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഭഗവാൻ അതിനെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മത്സ്യരൂപത്തെ കൈക്കൊണ്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാദൃതേഷു വേദേഷു അതിത്സകില മത്സ്യരൂപം. രണ്ടാമത്തെ ശ്ലോകം. സത്യം വ്രതസ്യ ദ്രമിളാദിഭർത്തൂർ നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യതാ കശ്ചന ബാലമീന. സത്യവ്രതസ്യ ദ്രമിള അതിഭർത്തുഃ നദീജലേ തർപ്പയതഃ തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിഃ ത്വം അദൃശ്യതാഃ കശ്ചന ബാലമീന. തദാനീം അപ്പോൾ ആ സമയത്ത് അങ്ങനെ പ്രളയമുണ്ടാവുകയും വേദങ്ങൾ അപഹരിക്കപ്പെടുകയും ചെയ്ത ആ കാലത്ത് ദ്രമിള അതിഭർത്തുഃ ദ്രമിള രാജ്യത്തിന്റെ ദ്രാവിഡ രാജ്യത്തിന്റെ അതിഭർത്തുഃ അധിപനായ തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു സത്യവ്രതസ്യ സത്യവ്രതൻ എന്ന പേരുള്ള രാജർഷി ശ്രേഷ്ഠൻ. അദ്ദേഹം നദീജലെ അദ്ദേഹം ഒരിക്കൽ കൃതമാല നദിയുടെ തീരത്ത് ദേവകൾക്കോ പിതൃക്കൾക്കോ വേണ്ടിയിട്ട് അങ്ങനെ ജലാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തവ അവിടുന്ന് കരാഞ്ജലോ അദ്ദേഹത്തിന്റെ ആ കൈക്കുമ്പിളിൽ തർപ്പണം ചെയ്യുമ്പോൾ കരങ്ങൾ രണ്ടും ചേർത്തു പിടിച്ച് കുമ്പിളാക്കിയാണ് ജലം കോരിയെടുക്കുന്നത്. ആ ജലത്തിനുള്ളിലേക്ക് സഞ്ജ്വലിതാകൃതി അതിശയകരമാം വിധം തിളങ്ങുന്ന ശരീരത്തോടു കൂടിയ കശ്ചന ബാലമീന ഒരു കുഞ്ഞ് മത്സ്യമായി അദൃശ്യതാഹ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണുവിന്റെ പരമഭക്തനായിരുന്ന ആ സത്യവ്രത മഹാരാജാവ് പിന്നീട് ഇദ്ദേഹമാണ് വൈവസ്വത മന്വന്തരത്തിന്റെ മനുവായി നമ്മുടെ മന്വന്തരത്തിന്റെ മനുവായിട്ട് മാറുന്നത്. ഒരിക്കൽ ഇദ്ദേഹം കൃതമാല നദിയുടെ തീരത്ത് സന്ധ്യാവന്ദനം ചെയ്യുകയായിരുന്നു. ആചാരപ്രകാരം അദ്ദേഹം നദിയിലെ വെള്ളം തന്റെ ഇരു കൈകളിലും ചേർത്തു പിടിച്ച് കോരിയെടുത്ത് അഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിലെ ആ ജലത്തിൽ അതിശയകരമായിട്ട് തിളങ്ങുന്ന ഒരു അതീവ സുന്ദരമായ മത്സ്യത്തിന് ഒരു ചെറിയ മത്സ്യക്കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. തന്റെ കൈകളിൽ കിടന്ന് തിളങ്ങുന്ന ആ അപൂർവ മത്സ്യക്കുഞ്ഞിനെ സത്യവ്രത രാജാവ് അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സത്യം വ്രതസ്യ ദ്രമിളാദിഭർത്തൂർ നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യതാ കശ്ചന ബാലമീന. മൂന്നാമത്തെ ശ്ലോകം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോഭി കലശിം ചകൂപം വാപിം സരശ്ചാനശിഷേ വിഭോത്വം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നെ അംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈഃ അഹോഭിഃ കലശിം ച കൂപം വാപിം സരഹ ച അനശിഷേ വിഭോ ത്വം. വിഭോ അല്ലയോ പ്രഭോ, ജലേക്ഷിപ്തം അങ്ങനെ കൈക്കുമ്പിളിൽ ഇരുന്ന ആ മത്സ്യക്കുഞ്ഞിനെ പുഴയിലേക്ക് തന്നെ തിരിച്ച് വിടുവാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു അവസരത്തിൽ ചകിതം ത്വാം വിലോക്യ അങ്ങാകുന്ന ആ മത്സ്യക്കുഞ്ഞ് ചകിതം ഭയന്ന് വിറച്ച് വിലോക്യ ആ രാജശ്രേഷ്ഠനെ ഒന്ന് നോക്കി. ആ വലിയ മീനുകൾ തന്നെ വിഴുങ്ങുമോ എന്ന് ഭയന്ന് വിറയ്ക്കുന്ന ആ മത്സ്യരൂപിയായിരിക്കുന്ന
അല്ലയോ ഭഗവാനെ, നിന്നെ അങ്ങനെ അഭിനയിക്കുന്നത് കണ്ടിട്ട് മുനിഹി, ആ മുനിയായ സത്യവ്രതൻ അംബുപാത്രേണ, തന്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ടലുവിലാക്കി സ്വഗേഹം, നിന്നെ സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ത്വം, അവിടുന്ന് അപ്പോൾ സ്വൽപൈഹി അഹോഭിഹി, അത് അവിടെ എത്തിയപ്പോഴേക്കും ആ കമണ്ടലു നിറഞ്ഞ പരുവത്തിലേക്ക് അത് കുറച്ചു സമയം കൊണ്ട് അങ്ങ് വളർന്ന് വലുതായി. അത് കണ്ടുകൊണ്ട് രാജർഷി അതിനെ കലശിംജ, ഒരു കലശത്തിലേക്ക്, അതായത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. അവിടെ നിന്നും അത് അത്ര പെട്ടെന്ന് തന്നെ അങ്ങ് വളരുന്നത് കണ്ട് കൂപം വാപിയും സരഹ ച, കൂപം കിണറ്റിലേക്കും വാപി വലിയ കുളത്തിലേക്കും അവിടെ നിന്ന് പിന്നീട് സരഹാച്ച തടാകത്തിലേക്കും മാറ്റി. അനശിഷേ, അതിനെ ഇട്ടിരുന്ന ആ സ്ഥലങ്ങളിലെല്ലാം അങ്ങ് നിറഞ്ഞ് കവിഞ്ഞു, അതിനിടമില്ലാത്ത പോലെ അങ്ങ് വളർന്നു. അങ്ങനെ സത്യവ്രത രാജാവിന്റെ കൈക്കുമ്പിളിൽ തടഞ്ഞ ആ മിൻകുഞ്ഞിനെ അദ്ദേഹം തിരികെ വെള്ളത്തിലേക്ക് തന്നെ ഒഴുക്കുവാൻ നോക്കി. എന്നാൽ ഭഗവാൻ ഒരു ലീല കാട്ടി. അവിടെ വെള്ളത്തിലെ വലിയ ജന്തുക്കൾ തന്നെ പിടിച്ചു തിന്നുമെന്ന് ഭയന്ന് വിറയ്ക്കുന്നത് പോലെ ആ മീൻകുഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് നോക്കി. ഇത് കണ്ട് മനസ്സലിഞ്ഞ കാരുണ്യവാനായ സത്യവ്രത രാജാവ് ആ മീൻകുഞ്ഞിനെ തന്റെ കമണ്ടലുവിലാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആ ആശ്രമത്തിൽ എത്തിയതും ഭഗവാന്റെ മായ അവിടെ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ മീൻകുഞ്ഞ് അതിവേഗം വളർന്ന് ആദ്യം ആ കമണ്ടലുവിൽ നിന്നും പിന്നീട് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി. അവിടെയും കൊള്ളാതായപ്പോ കിണറ്റിലും പിന്നെ വലിയ കുളത്തിലും ഒടുവിൽ വലിയൊരു തടാകത്തിലും കൊണ്ടുപോയിട്ടു. എന്നാൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ മത്സ്യക്കുഞ്ഞ് വളർന്ന് വളർന്ന് വലുതായി ഒരു തടാകത്തിലും കൊള്ളാത്ത വിധം പ്രബലനായി തീർന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനി സ്വഗേഹം സ്വൽപൈരഹോഭി കലശിം ച കൂപം വാപിം സരശ്ചാനശിഷേ വിഭോത്വം. അടുത്ത ശ്ലോകം 4. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്ത്വതത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി. യോഗപ്രഭാവാത് ഭവദാജ്ഞയാ ഏവ നീതഃ തതഃ ത്വം മുനിനാ പയോധിം പൃഷ്ടഃ അമുനാ കൽപ്പതി ദൃക്ഷും ഏനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസി. അങ്ങനെ തടാകത്തിലും കൊള്ളാത്ത വിധം വളർന്ന ഭഗവാനെ സത്യവ്രത രാജാവ് ഒടുവിൽ സമുദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വിടുകയാണ്. ആ അവസരത്തിൽ തതഃ, അതിനുശേഷം തടാകത്തിലും കൊള്ളാത്ത വിധം വളർന്ന ശേഷം ത്വം, അവിടുന്ന് മുനിന, ആ രാജർഷിയാൽ യോഗപ്രഭാവാത്, ആ യോഗശക്തിയാൽ ഉണ്ടായ പ്രഭാവത്താൽ ആ മത്സ്യത്തിനോട് സംസാരിക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ആ മത്സ്യം പറഞ്ഞതിൻ പ്രകാരമാണ് ആ മത്സ്യത്തിനെ തിരികെ സമുദ്രത്തിലേക്ക് വിടുന്നത്. അതാണ് യോഗശക്തിയുടെ പ്രഭാവത്താൽ ഭവദാജ്ഞയായേവ, അങ്ങയുടെ തന്നെ കൽപ്പന അനുസരിച്ചിട്ട് പയോധിം നീതഃ, ആ സമുദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോയി വിട്ടു. അമുന, എന്നാൽ ആ മുനിശ്രേഷ്ഠൻ, അതായത് ആ സത്യവ്രത രാജർഷിയാകട്ടെ, പൃഷ്ട, അവിടുത്തെ യഥാർത്ഥ രൂപത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ കൽപ്പതീ ദൃക്ഷും ഏനം, ആ പ്രളയകാലം കാണുവാൻ ആഗ്രഹിക്കുന്ന ആ രാജാവിനോട് സപ്താഹം ആസ്വ ഇതി, 7 ദിവസം കാത്തിരിക്കൂ എന്ന് വദൻ പറഞ്ഞുകൊണ്ട് അയാസീഹി, അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഇപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നു, വളരെ വലിയൊരു കഥയാണ്. അങ്ങനെ തടാകത്തിലും കൊള്ളാതെ വളർന്ന ഭീമാകാരമായ ആ മത്സ്യത്തെ സാധാരണ രീതിയിൽ മാറ്റുക എന്നത് അസാധ്യമായതിനാൽ ഭഗവാന്റെ തന്നെ അനുഗ്രഹത്താൽ ലഭിച്ച ആ യോഗശക്തി കൊണ്ട് സത്യവ്രത രാജാവ് ആ മഹാമത്സ്യത്തെ എടുത്ത് സമുദ്രത്തിൽ കൊണ്ടുപോയി വിട്ടു. അപ്രകാരം വളർന്നു വന്ന ആ മഹാമത്സ്യത്തിനോട് വെറും ഒരു സാധാരണ മത്സ്യത്തിന് ഇത്രയും വളരുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സത്യവ്രത രാജാവ് ഭഗവാനോട് തന്നെ, ആ മത്സ്യരൂപിയായ ഭഗവാനോട് തന്നെ ചോദിച്ചു, അല്ലയോ അത്ഭുതമൂർത്തി, അങ്ങ് ആരാണ്? അങ്ങയുടെ ഈ ലീല എന്താണ്? ഈ ലീലയുടെ രഹസ്യം എന്താണ്? തന്റെ ഭക്തന്റെ സംശയത്തിന് ഭഗവാൻ മറുപടിയായി പറഞ്ഞു, രാജാവേ, ഇനി കൃത്യം 7-ാം ദിവസം പ്രപഞ്ചം പ്രളയജലത്തിൽ മുങ്ങും. ആ പ്രളയം കാണാൻ ആഗ്രഹിക്കുന്ന നീ എല്ലാ ജീവജാലങ്ങളുടെയും വിത്തുകളും ഓഷധികളും ശേഖരിച്ച് സപ്തർഷിമാരോടൊപ്പം തയ്യാറായിരിക്കുക. 7 ദിവസം നീ ഇവിടെ കാത്തിരിക്കുക. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ആ സമുദ്രത്തിൽ അപ്രത്യക്ഷനായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്ത്വതത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം
സപ്താഹമാസ്വേതി വദന്നയാസി. അഞ്ചാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേഹ നിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം യയൗ ത്വാം. പ്രാപ്തേ ത്വദുക്തേ അഹനി വാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധം അപാരവാരിണി ഉത്കൂർണമാനഃ ശരണം യയൗ ത്വാം. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എത്തിയ ഒരു വലിയ തോണി, ആ തോണിയിൽ താൻ സംഭരിച്ച സംഗതികളെല്ലാമായിട്ട് സപ്തർഷിമാരോടൊപ്പം കയറിയ സത്യവ്രത രാജാവ് ആ പ്രളയജലത്തിന്റെ ആ ഭീകരതയിൽ ഭയന്ന് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രാപ്തേ ത്വദുക്തേ അഹനി. ത്വദുക്തേ, അങ്ങയുടെ ഉക്തി അനുസരിച്ച്, അങ്ങയുടെ വാക്കും പ്രകാരം, അതായത് ഭഗവാൻ പറഞ്ഞു 7ാമത്തെ ദിവസം പ്രളയമുണ്ടാകുമെന്ന്. അതേപോലെ തന്നെ ഭഗവാൻ കൽപ്പിച്ചിരുന്ന ആ ദിവസം പ്രാപ്തേ വന്നെത്തിയപ്പോൾ വാരിധാര, പേമാരി കൊണ്ട് ശക്തമായ മഴയാണ് ഉണ്ടായത്. ആ പേമാരിയാൽ ഉണ്ടായ പ്രളയം, ആ പ്രളയ ജലം കൊണ്ട് പരിപ്ലുതേ, പൂർണ്ണമായി മുങ്ങിപ്പോയ ഭൂമിതലേ, ആ ഭൂമിയിൽ മുനീന്ദ്രഃ, മുനിശ്രേഷ്ഠനായ ആ രാജർഷി സത്യവ്രതൻ സപ്തർഷിഭിഹി സാർദ്ധം, കശ്യപൻ, അത്രി തുടങ്ങിയ ആ സപ്തർഷികളോടും കൂടി അപാരവാരിണി, അതിരുകളില്ലാത്ത ആ പ്രളയക്കടലിൽ ഉത്കൂർണമാനഹ, ആ തോണിയിൽ അകപ്പെട്ട് ഉലഞ്ഞുലഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് തോണി അങ്ങനെ വല്ലാതെ ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ത്വാം, അങ്ങയെ ശരണം യയൗ, വീണ്ടും അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. അങ്ങനെ ആ മത്സ്യരൂപിയായ ഭഗവാനെ സമുദ്രത്തിൽ കൊണ്ട് വിടപ്പെട്ടപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇന്നേക്ക് 7ാം ദിവസം പ്രളയമുണ്ടാകും എന്ന്. 7 ദിവസങ്ങൾക്കുള്ളിൽ ലോകം മുഴുവൻ മുക്കുന്ന ഒരു പ്രളയം വരുമെന്നും അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു വലിയ തോണിയിൽ സപ്തർഷികളോടും സകല ജീവജാലങ്ങളുടെയും വിത്തുകളോടും ഒപ്പം കയറിയിരിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഓരോ മന്വന്തരത്തിലും ഓരോ സപ്തർഷിമാരാണുള്ളത്. ഈ 7 മഹർഷിമാരും ചേർന്നാണ് അടുത്ത യുഗത്തിലേക്ക് വേദവിജ്ഞാനങ്ങളെയും പ്രകൃതി രഹസ്യങ്ങളെയും ഒക്കെ കൈമാറുന്നത്. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ തുടങ്ങിയവരാണ് നമ്മുടെ 7 മഹർഷിമാർ. അതുപ്രകാരം ആ നിശ്ചിത ദിവസം വന്നെത്തിയപ്പോൾ ആകാശത്ത് നിന്ന് അതിഭയങ്കരമായ അതിശക്തമായ പേമാരിയാണ് ഉണ്ടായത്. അതോടെ ഭൂമി മുഴുവൻ ജലത്തിനടിയിൽ ആണ്ടുപോവുകയും ചെയ്തു. കണ്ണത്താ ദൂരത്തോളം ജലം മാത്രം നിറഞ്ഞ ആ മഹാസമുദ്രത്തിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ആ തോണിയിലിരുന്ന് സത്യവ്രതനും സപ്തർഷികളും ഭയങ്കരമായ കാറ്റിലും കോളിലും പെട്ട് ഉലയുവാൻ തുടങ്ങി. തോണി എപ്പോൾ വേണമെങ്കിലും മുങ്ങിപ്പോകാമെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ലാതെ അവർ ജഗദീശ്വരനായ അങ്ങയെ ഹൃദയമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പ്രാപ്തേ ത്വദുക്തേഹ നിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം യയൗ ത്വാം. അടുത്ത ശ്ലോകം 6. തരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീം ആരുരുഹുസ്തദാദേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിർ അഭൂർമഹീയാൻ. ധരാം ത്വത് ആദേശകരീം അവാപ്താം നൗരൂപിണീം ആരുരുഹുഃ തദാ തേ തത് കമ്പ കമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിർബഭുഃ മഹീയാൻ. തഥാ അപ്പോൾ തേ അവർ, ആ സത്യവ്രത രാജാവും സപ്തർഷികളും, ത്വത് ആദേശകരീം അങ്ങയുടെ കൽപ്പന അനുസരിക്കുന്നവളായിട്ട് അവിടെ എത്തിച്ചേർന്ന, അതാണ് അങ്ങയുടെ ആ കൽപ്പന, ത്വത് ആദേശകരീം അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ എത്തിച്ചേർന്ന, അവാപ്താം അവിടെ വന്നു ചേർന്ന, നൗരൂപിണീം നൗകയുടെ രൂപത്തിലുള്ള, ധരാം ആ ധരിത്രിയെ, ആ ഭൂമിയിൽ, ആരുരുഹു അവരെല്ലാവരും കയറിയിരുന്നു. തത് കമ്പകമ്പ്രേഷുച അപ്പോൾ ആ തോണിയുടെ ഉഗ്രമായ ഇളക്കം കൊണ്ട് അത്രയും പ്രക്ഷുബ്ധമായ കടലിലെ തിരമാലകളുടെ ആ അലയടിയിൽ അങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ തോണിയിൽ ഇരുന്നു കൊണ്ട് തേഷു ഭൂയഃ വീണ്ടും അവർ അങ്ങനെ വീണ്ടും ഭയന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ത്വം അങ്ങ് മഹീയാൻ അതീവ ബൃഹത്തായ അത്യുന്നതമായ ശരീരത്തോടുകൂടിയ ആ മത്സ്യം വളർന്ന് അംബുദേഹേ ആ സമുദ്രത്തിൽ നിന്ന് ആവിർബഭുഹു അവരുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ മഹാപ്രളയം ഉണ്ടായപ്പോൾ
ഭഗവാന്റെ മുൻകൂട്ടിയുള്ള കൽപ്പന അനുസരിച്ച് ഭൂമിദേവി ഒരു നൗകയുടെ രൂപത്തിൽ, ഒരു തോണിയുടെ രൂപമെടുത്ത് സത്യവ്രത രാജാവിന്റെയും സപ്തർഷികളുടെയും അടുത്ത് എത്തി. എല്ലാവരും ആ തോണിയിൽ കയറിയിരുന്നു. എന്നാൽ ആ പ്രളയജലത്തിന്റെ രൗദ്രഭാവം, ആ ശക്തമായ തിരമാലകളും കാരണം ആ തോണി അതിഭയങ്കരമായിട്ട് ആടി ഉലയുവാൻ തുടങ്ങി. തോണി മറിയുമെന്ന അവസ്ഥ വന്നപ്പോൾ അതിലുണ്ടായിരുന്ന തന്റെ ഭക്തന്മാർ കടുത്ത ഭയത്തിലായി എന്ന് കണ്ടുകൊണ്ട് ഭഗവാൻ അതിബൃഹത്തായ രൂപം ധരിച്ച് ആ മത്സ്യരൂപത്തിൽ തന്നെ വീണ്ടും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ധരാം തോദാദേശകരീമവാപ്താം നൗരൂപിണീം ആരുരുഹുസ്തദാദേ തത്കമ്പകംബ്രേഷു ജതേഷു ഭൂയ ത്വമംബുദേരാവുരപൂർമഹീയാൻ. അടുത്ത ശ്ലോകം 7. ചശാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ തുതു തുംഗശൃംഗേ ധരണിം ബബന്ധു. ചശാകൃതിം യോജനലക്ഷദീർഘാം ദദാനം ഉച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയഃ ത്വത് ഉക്ത്യാ ത്വത് തുംഗശൃംഗേ തരണിം ബബന്ധോ. ചശാകൃതിയും മത്സ്യരൂപം, ചഷം മത്സ്യം, മത്സ്യത്തിന്റെ രൂപം ധരിച്ച ഭഗവാനാകട്ടെ യോജന ലക്ഷദീർഘം, അപ്പോൾ അങ്ങനെ 1,00,000 യോജന ദീർഘം നീളമുള്ള യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തിന്റെ അളവാണ്. നമ്മുടെ ഇന്നത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത് പോലെ ഏകദേശം ഒരു യോജന എന്ന് പറയുമ്പോൾ നമ്മുടെ 8.12 അല്ലെങ്കിൽ കിലോമീറ്ററോളം വരും ഏകദേശം. അങ്ങനെയുള്ള 1,00,000 യോജന നീളമുള്ളതായിട്ടുള്ള ആ രൂപത്തിലാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉച്ചൈസ്തര തേജസം, അത്രയും തേജസ്സോടു കൂടിയതുമായ, അത്യധികം ജ്വലിക്കുന്ന പ്രകാശത്തോടു കൂടിയ ആ തേജസ്സോടു കൂടിയതുമായ ത്വാം അങ്ങയെ നിരീക്ഷ്യ കണ്ടിട്ട് പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഭഗവാൻ അങ്ങനെ ഉയർന്നു വന്നപ്പോൾ അവർ വളരെയധികം സന്തുഷ്ടരായി. അതാണ് പറയുന്നത്, അവരെ അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ, നിരീക്ഷ്യ കണ്ടപ്പോൾ, മുനയഹ ആ മുനീശ്വരന്മാർ തുഷ്ടാഹ സന്തുഷ്ടരായി, സന്തോഷഭരിതരായിക്കൊണ്ട്, തൊതുക്തിയ അങ്ങയുടെ നിർദ്ദേശപ്രകാരം വാസുകിയെ കയറാക്കിക്കൊണ്ട് എന്നിലേക്ക് നിങ്ങളുടെ ആ തോണിയെ ബന്ധിക്കുക എന്ന് അവരോട് പറഞ്ഞു. അതിൻ പ്രകാരം ഭഗവാന്റെ ആ വാക്കനുസരിച്ച് തൊതു തുംഗശൃംഗേ അങ്ങയുടെ ആ തലയിലുള്ള ഉയർന്ന കൊമ്പിലേക്ക് തരണീം തങ്ങളുടെ ആ തോണിയെ ബബന്ധു വലിച്ചു ബന്ധിച്ചു. അങ്ങനെ ആ പ്രളയജലത്തിൽ പെട്ടെന്ന് ഭയന്നു വിറച്ച സപ്തർഷികൾക്കും സത്യവ്രത രാജർഷിക്കും മുമ്പിൽ 1,00,000 യോജന നീളമുള്ളതും സൂര്യനെ പോലെ തിളങ്ങുന്ന ദിവ്യപ്രകാശമുള്ളതുമായിട്ടുള്ള മഹാമത്സ്യമായിട്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ആ അത്ഭുത രൂപം കണ്ടപ്പോൾ മുനിമാരുടെ ആ ഭയമെല്ലാം മാറി. തുടർന്ന് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വാസുകി എന്ന സർപ്പത്തെ കയറാക്കിക്കൊണ്ട് ആ മത്സ്യത്തിന്റെ തലയിലുണ്ടായിരുന്ന ഉയർന്ന കൊമ്പിലേക്ക് തങ്ങളുടെ തോണിയെ ഉറപ്പിച്ച് കെട്ടി. ഭഗവാൻ പ്രളയജലത്തിലൂടെ ആ തോണിയെയും വലിച്ചുകൊണ്ട് അതിലിരിക്കുന്ന ആ മുനിമാരെയും സുരക്ഷിതരായി മുന്നോട്ട് നയിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ചശാകൃതിം യോജനലക്ഷദീർഘാം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്തുദുക്ത്യാ തുതു തുംഗശൃംഗേ ധരണിം ബബന്ധു. 8-ാമത്തെ ശ്ലോകം. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. ആകൃഷ്ടനൗകഃ മുനിമണ്ഡലായ പ്രദർശയനൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനഃ നൃവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ അചാരി. ആകൃഷ്ട നൗകഃ ഭഗവാന്റെ ആ കൊമ്പിൽ അങ്ങനെ കെട്ടിയിട്ട ആ വലിയ തോണിയെ പ്രളയജലത്തിലൂടെ അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന മത്സ്യരൂപിയായ ഭഗവാൻ മുനിമണ്ഡലായ ആ മുനിമണ്ഡലങ്ങളെ, ആ മുനി സമൂഹത്തെ, ഈ പ്രളയജലത്തിൽ നശിക്കാതെയുള്ള ഭാഗങ്ങളെയെല്ലാം ഭഗവാൻ അവരെ ഇങ്ങനെ തോണിയും വലിച്ചു കൊണ്ടുപോയി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, ആ സപ്തർഷി സമൂഹത്തിന് പ്രദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വജഗത് വിഭാഗാൻ പ്രപഞ്ചത്തിന്റെ ആ വിവിധ ഭാഗങ്ങളെ, പ്രളയത്തിൽ നശിക്കാത്ത സത്യലോകം തുടങ്ങിയ മറ്റുള്ള ഭാഗങ്ങളെ അവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ട് സഞ്ചരിച്ചു. ആ അവസരത്തിൽ സത്യവ്രത രാജർഷി തോണിയിലിരുന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. സംസ്തൂയമാനഹ അദ്ദേഹത്തിന്റെ ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ നൃവരേണ തേന ആ രാജശ്രേഷ്ഠന് ജ്ഞാനം
പരം ച ആ ജ്ഞാനത്തെ, ആ പരമമായ ആ ബ്രഹ്മവിദ്യയെ ഉപദിശൻ അചാരി ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് ആ പ്രളയജലത്തിൽ മത്സ്യരൂപത്തിൽ അവതരിച്ച് സത്യവ്രത മനുവിനും സപ്തർഷിയും അടങ്ങുന്ന ആ സംഘമിരിക്കുന്ന വലിയ തോണിയെ അങ്ങയുടെ കൊമ്പിൽ കെട്ടി പ്രളയജലത്തിലൂടെ വലിച്ചു കൊണ്ടുപോയി. ആ യാത്രയിൽ പ്രളയജലത്തിൽ മുങ്ങിപ്പോകാത്ത മറ്റുള്ള പ്രപഞ്ചങ്ങളെ അങ്ങ് ആ ഋഷിമാർക്ക് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് രാജശ്രേഷ്ഠനായ സത്യവ്രത മനു ഭഗവാനായ അങ്ങയെ ഭക്തിയോടെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ സ്തുതിയിൽ പ്രസാദിച്ച് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ പറ്റിയുള്ള പരമമായ ജ്ഞാനം, ആ ബ്രഹ്മവിദ്യ അങ്ങ് അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. ഇപ്രകാരം ആ സമുദ്രത്തിലൂടെ അങ്ങ് ലീലയായിട്ട് സഞ്ചരിച്ചു. പ്രളയകാലത്ത് ഭഗവാൻ ഭക്തരെ വെറുതെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ഭൗതികമായിട്ടുള്ള സംരക്ഷണത്തോടൊപ്പം തന്നെ അവർക്ക് ആത്മീയമായിട്ടുള്ള ആ പരമജ്ഞാനം നൽകുകയും ചെയ്തു. അത് മത്സ്യപുരാണത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ തത്വമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. അടുത്ത ശ്ലോകം 9. കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാധദാന ക്രോധാദ് ഹയഗ്രീവമഭിദ്രുതോഭൂ. കൽപ്പാവധൗ, കൽപ്പ അവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. കൽപ്പാവധൗ, കൽപ്പ അവധൗ, ആ പ്രളയത്തിന്റെ അഥവാ ആ ബ്രഹ്മാവിന്റെ ആ രാത്രിയുടെ അവസാനത്തിൽ സപ്തമുനീൻ, ആ സപ്തമുനികളെ, ആ സപ്തർഷികളെ പുരോവത്, മുമ്പത്തേതുപോലെ പ്രകാരമായിരുന്നു അവർ മുമ്പ് തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതേ പ്രകാരം തന്നെ അവരുടെ കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് അവരെ നിയോഗിച്ചുകൊണ്ട് തിരിച്ചയച്ചു. ഇനിയിപ്പോൾ സുരക്ഷിതമായി എന്ന് കണ്ടുകൊണ്ട് ഭഗവാൻ അവരെ അവരുടെ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചയച്ചു. അതിനുശേഷം പ്രസ്ഥാപ്യ, പറഞ്ഞയച്ചിട്ട് തം സത്യവ്രത ഭൂമിപം, ആ സത്യവ്രതൻ എന്ന രാജാവിനെ വൈവസ്വദാഖ്യം മനു, അതായത് തുടർന്നു വരുന്ന മന്വന്തരത്തിന്റെ മനുവായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു. വൈവസ്വതൻ എന്നു പേരുള്ള മനുവായിട്ട് ആദധാനഹ, വാഴിച്ചുകൊണ്ട്, അതായത് നിയോഗിച്ചുകൊണ്ട് ഭക്തന്മാരെയെല്ലാം സുരക്ഷിതരാക്കി അവർക്ക് അനുയോജ്യമായ നിർദ്ദേശങ്ങളും നൽകി അവർക്ക് സ്ഥാനമാനങ്ങളും നൽകി അവരെ സുരക്ഷിതരായി പറഞ്ഞയച്ചിട്ട് ഭഗവാൻ പിന്നീട് ക്രോധാത്, കോപത്തോടുകൂടി തന്നെ ഹയഗ്രീവം, ആ ഹയഗ്രീവനെ അന്വേഷിച്ച് അഭിദ്രുതഃ അഭൂത്, വളരെ വേഗത്തിൽ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അങ്ങനെ പ്രളയകാലം അവസാനിക്കാറായപ്പോൾ ഭഗവാൻ സപ്തർഷികളെ അടുത്ത കൽപ്പത്തിലെ സൃഷ്ടികർമ്മങ്ങൾക്കായിട്ട് മുന്നത്തേതുപോലെ തന്നെ യാത്രയാക്കി. അതുപോലെ തന്നെ അതുവരെ സത്യവ്രതൻ എന്നറിയപ്പെട്ടിരുന്ന ആ രാജശ്രേഷ്ഠനെ വരാനിരിക്കുന്ന പുതിയ യുഗത്തിന്റെ അധിപനായ വൈവസ്വത മനു ആയിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. ഇതിനുശേഷം ബ്രഹ്മാവ് ഉറങ്ങിയ സമയം നോക്കി വേദങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോയ ഹയഗ്രീവൻ എന്ന ആ രാക്ഷസനോട് അതിയായ കോപത്തോടെ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു, ആ വേദങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാധദാന ക്രോധാദ് ഹയഗ്രീവമഭിദ്രുതോഭൂത്. 10ാമത്തെ ശ്ലോകം. സോതുംഗ ശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദധാന പ്രഭഞ്ജനാകാരപദേ പ്രഭായ. സ്വതുംഗ ശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപദേ പ്രഭായാഃ. സ്വതുംഗ ശൃംഗക്ഷതവക്ഷസം, സ്വസ്യ തുംഗേന ശൃംഗേന ക്ഷതം വക്ഷഃ യസ്യ തം, തന്റെ ആ ഉന്നതമായ കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട നെഞ്ചോടുകൂടിയവനായ എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ ഹയഗ്രീവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവനുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള യുദ്ധമാണ് നടന്നത്. അതിനുശേഷം ഭഗവാൻ തന്റെ ആ കൊമ്പുകൊണ്ട്, ആ മത്സ്യത്തിന്റെ ആ ഉഗ്രമായ കൊമ്പുകൊണ്ട് അവന്റെ ഹൃദയത്തെ പിളർത്തി
പിളർന്ന് അവന്റെ ആ നെഞ്ചും കൂടെ തകർത്ത് അവനെ വധിച്ചു. അങ്ങനെ വധിച്ച തം ദൈത്യം ആ ഹയഗ്രീവ അസുരനെ നിപാത്യ കൊലപ്പെടുത്തിയിട്ട് നിഗമാൻ ഗൃഹീത്വ ആ വേദങ്ങളെ തിരികെ കൈക്കലാക്കിക്കൊണ്ട് പ്രീതഹൃദേ വിരിഞ്ചയെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അതായത് തന്റെ കയ്യിൽ നിന്ന് വേദങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ട് വളരെയധികം വിഷമിച്ച് ഭയന്നിരുന്നിരുന്ന ബ്രഹ്മാവ് ഭഗവാൻ അതിനെ വീണ്ടെടുത്തു എന്ന് കണ്ട് വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ആ ബ്രഹ്മാവിന് ദദാനഹ അതിനെ ദാനമായി നൽകിയിട്ട് പ്രപഞ്ചനാകാരപതേ പ്രപഞ്ചനാകാരം ഗുരുവായൂർ പതേ നാഥ അല്ലയോ ഗുരുവായൂരപ്പ പ്രഭായ അവിടുന്ന് എന്നെയും കാത്തുരക്ഷിച്ചുകൊള്ളണമേ. അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് മത്സ്യരൂപത്തിൽ ഇവിടെ മേൽപ്പത്തൂരിന്റെ ഔഷധമായ നാരായണീയം ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്രകാരമാണ്. മേൽപ്പത്തൂരിന്റെ ഔഷധമായത് എന്താണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗുരുവായൂരപ്പ. ഈ ഗുരുവായൂരപ്പനാണ് സർവ്വതും എന്ന് മേൽപ്പത്തൂർ അങ്ങ് ഉറപ്പിച്ചു വിശ്വസിച്ചുകൊണ്ട് തന്റെ ആ ആത്മാവിനെ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നാരായണീയം ഇത്രമാത്രം വലിയൊരു ഔഷധമായിട്ട് മാറിയത്. പവനപുരിനാഥ ഗുരുവായൂരപ്പ അങ്ങ് മത്സ്യരൂപത്തിൽ എന്നാണ് പറയുന്നത്. ഭഗവാൻ തന്നെയാണ് ആ മത്സ്യരൂപത്തിൽ വന്ന് എന്റെ ഭഗവാനാണത്. ആ ഭഗവാൻ തന്നെയാണ് ഇവിടെ ഗുരുവായൂരിലും ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനെ അത്രയും അകമഴിഞ്ഞ് ആരാധിച്ചു കൊണ്ടിരുന്നത്, സ്നേഹിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ മത്സ്യരൂപത്തിൽ ഭഗവാൻ പാഞ്ഞെടുത്ത് അങ്ങയുടെ ആ മൂർച്ചയേറിയ ഉന്നതമായ ഭഗവാനോട് കഥ പറയുന്നത് പോലെയാണ് പറയുന്നത്. അങ്ങയുടെ ആ മൂർച്ചയേറിയ ഉന്നതമായ കൊമ്പുകൊണ്ട് ആ ഹയഗ്രീവ അസുരന്റെ നെഞ്ച് പിളർന്ന് അവനെ അങ്ങ് വധിച്ചു കളഞ്ഞു. അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന വേദങ്ങളെ എല്ലാം അങ്ങ് തിരികെ കൈക്കലാക്കി ഭയവും വിഷമവും അകന്ന് അതീവ സന്തുഷ്ടനായ ബ്രഹ്മാവിന് തിരിച്ചു നൽകുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇപ്രകാരം ലീലകളാടിയ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ പ്രപഞ്ചനാകാരപതേ അവിടുന്ന് എന്റെ രോഗങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി എന്നെ കാത്തുരക്ഷിച്ചു കൊള്ളേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു. സുതുംഗ സിംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം ഭഗവാനേ.